ഷിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ ലോറി ഡ്രൈവർ അർജുനെക്കുറിച്ച് അമ്മ ഷീല കുറുവച്ചാലിൽ രചിച്ച് കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച അർജുൻ എൻ്റെ മകൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദൻ നിർവഹിച്ചു. അർജുൻ്റെ ഗ്രാമമായ കണ്ണാടിക്കലിലെ സി കുഞ്ഞിക്കുട്ടി സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ്കുമാർ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. പുസ്തകത്തിലൂടെ അമ്മ ഷീല പറയുന്നത് അർജുൻ്റെ കഥ മാത്രമല്ല, ഒരാൾക്ക് വേണ്ടിയുള്ള നമ്മുടെ നാടിൻ്റെ സ്നേഹത്തിൻ്റെ കഥ കൂടിയാണെന്ന് എം മുകുന്ദൻ പറഞ്ഞു. അർജുന്റെ ഗ്രാമമായ കണ്ണാടിക്കലിൽ നാട്ടുകാരെയും കുടുംബാംഗങ്ങളെയും സാക്ഷി നിർത്തിയാണ് പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ മാതൃഭൂമി ന്യൂസ് എഡിറ്റർ MV ശ്രേയാംസ്കുമാറിന് നൽകി കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച അർജുൻ എൻ്റെ മകൻ എന്ന പുസ്തകത്തിന്റെ ആദ്യ കോപ്പി പ്രകാശനം ചെയ്തത്. പ്രിയപ്പെട്ട ലോറിക്കൊപ്പം ഗംഗാവലിപ്പുഴയുടെ കയങ്ങളിലേക്ക് ജീവനറ്റുപോയ മകൻ അർജുനെക്കുറിച്ച് അമ്മ ഷീല പുസ്തകത്തിലൂടെ ഓർത്തെടുക്കുകയാണ്. പ്രമുഖ ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുകൂടിയാണ് പുസ്തകത്തിന് അവതാരിക നൽകിയത്. അർജുന്റെ കുടുംബം തൻ്റെയും കുടുംബമാണ് എന്ന് പറഞ്ഞ എം മുകുന്ദൻ കണ്ണാടിക്കൽ തനിക്ക് മയ്യഴിയെപ്പോലെയാണ് അനുഭവപ്പെടുന്നതെന്ന് കൂട്ടിച്ചേർത്തു. ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കഥ കൂടിയാണ് അമ്മ ഇതിലൂടെ പറയുന്നതെന്ന് എം മുകുന്ദൻ പറഞ്ഞു. ഒരേ സമയം സന്തോഷവും ദുഃഖവും തോന്നുന്നു. ദുഃഖം എന്നുള്ളത് നമുക്കറിയാം, നമ്മുടെ മനസ്സിലിപ്പോൾ അർജുനാണുള്ളത്. സന്തോഷം എന്നുള്ളത് അർജുൻ്റെ അമ്മ ഷീല ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് അർജുൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല, അത് ഈ പുസ്തകത്തിൽ ജീവിച്ചുള്ളൂ. ഒറ്റ ഇരുപ്പിലാണ് ഈ പുസ്തകം വായിച്ചത്. അപ്പോൾ വായനക്കാരെ കൂടെ കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണിത്. കണ്ണാടിക്കൽ എന്നുള്ള സ്ഥലം പോലും ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴെനിക്ക് കണ്ണാടിക്കൽ എന്ന് പറഞ്ഞാൽ മയ്യഴി പോലെയാണ്. ഈ ഒരു പുസ്തകം വെറും ഒരു യുവാവിൻ്റെ അർജുൻ്റെ കഥ മാത്രമല്ല, മലയാളി സമൂഹത്തിൻ്റെ, മലയാളികളുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ തന്നെ കഥയാണ്. മകനെക്കുറിച്ചുള്ള തന്റെ മനസ്സിലെ ചിന്തകളാണ് പുസ്തകമായി പരിണമിച്ചതെന്ന് എഴുത്തുകാരിയും അർജുന്റെ അമ്മയുമായ ഷീല കുറുവച്ചാലിൽ മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. അത്തരം ചിന്തകൾ പുസ്തകമാക്കാൻ അവസരമൊരുക്കിയ കേരള വിഷൻ പബ്ലിക്കേഷൻസിന് അവർ നന്ദി രേഖപ്പെടുത്തി. ആദ്യം ഞാൻ വിചാരിച്ച് ഇത് ചെയ്യണോ, ബുക്കാക്കണോ വേണ്ടേന്നൊക്കെ. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം ജനങ്ങൾ അറിയാത്ത കാര്യങ്ങളൊക്കെ കുറേ പുറത്തു വരാനുള്ളത് കൊണ്ട് അങ്ങനെ എഴുതിയ കാണുന്ന പേപ്പറുകളിലോ 2-3 പുസ്തകങ്ങളിലോ ഒക്കെ ഇങ്ങനെ എഴുതിയിട്ട് തലാണിൻ്റെ അടിയിൽ ജനോലേമിൽ അൾമാരിയിലോ ഒക്കെ വെക്കുന്ന ആ സംഭവങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു ബുക്കാക്കി. ആ ബുക്കാണിത്. ഇവരെയൊക്കെ ഈ വേദിയിലേക്ക് വീണ്ടും എത്തിക്കാൻ പറ്റിയതും ഇതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കിയതിനും ഒക്കെ ഞാൻ ഈ കേരള വിഷൻ പബ്ലിക്കേഷൻസിനോട് എൻ്റെ ഉള്ളിൽ അറിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് MD K ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. MK രാഘവൻ MP മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള മുഖ്യാതിഥിയായി. എഴുത്തുകാരൻ A സുരേഷ് പുസ്തകം പരിചയപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ ഈശ്വർ മൽപേ, ഷിരൂരിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, കാർവാർ MLA സതീഷ് സൈൽ എന്നിവരെ ആദരിച്ചു. മുൻ MLA A പ്രദീപ് കുമാർ, മുൻ മേയർ ഡോക്ടർ M ബീന ഫിലിപ്പ്, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി, കേരള വിഷൻ പബ്ലിക്കേഷൻസ് എഡിറ്റർ NE ഹരികുമാർ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ AC നിസാർ ബാബു എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.